അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന രൂപത്തിൽ അല്പജ്ഞാനികളുടെ അതിരുവിട്ട ഗവേഷണങ്ങൾ വഹാബിസത്തിന്റെ വ്യാജ തൗഹീദ് പ്രതിസന്ധിയിൽ നിന്ന് വീണ്ടും പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. കോഴിക്കോട് നടത്തിയ എൻ്റെ ഒരു പ്രസംഗത്തിന്റെ ശകലം എടുത്തുകൊണ്ട് വഹാബികളുടെ ഒരു ചർച്ചയുണ്ടായിരുന്നു. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും ദൃശ്യമെന്നും അദൃശ്യമെന്നൊക്കെ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് ലോകത്ത് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ലോകത്ത് ഏതെങ്കിലും പ്രാമാണികരായ ഇമാമുമാരുടെ വാക്കുകളിലുണ്ടോ എന്ന ചോദ്യം, ആ ചോദ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായപ്പോൾ പ്രതിസന്ധിയിൽ അകപ്പെടുകയാണ് വഹാബികൾ. അവർക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കുകയാണ്, ജനങ്ങളുടെ മുമ്പിൽ വഷളാവുകയാണ്. അപ്പോൾ പിന്നെ ഒരു മറുപടി നാടകം സംഘടിപ്പിച്ചു. വഹാബികളുടെ ജിന്ന് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞ് ഇബ്നു കസീർ, തഫ്സീർ റാസി, അതുപോലെ ഇമാം നവവി തങ്ങളുടെ അർബഉൻ നവവിയുടെ ശറഹ് ഇതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ കാര്യകാരണ ബന്ധത്തിന് ഇമാമുമാരുടെ പിൻബലമുണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നു. അതിന്റെ രസകരമായ കാര്യമാണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ആ ഇബാറത്തുകളൊക്കെ വായിച്ചുകൊണ്ട് നമ്മൾ അതിന് മറുപടി പറഞ്ഞു. ആ മറുപടിയുടെ മുമ്പിൽ വീണ്ടും അവർ പകച്ചുപോയി. ഇപ്പോൾ കള്ളു കുടിച്ച കൊരങ്ങനെ തേളുകുത്തി എന്ന് പറഞ്ഞതുപോലെ അവരുടെ തൗഹീദ് വീണ്ടും പ്രതിസന്ധിയിലാവുകയാണ്. കാരണം ചർച്ച ചെയ്യും തോറും ഇത് പ്രതിസന്ധിയിലാവുകയാണ്. തൗഹീദിന്റെ അടിത്തറ പൊളിക്കുന്ന രൂപത്തിലുള്ള വിശദീകരണമാണ്. തൗഹീദ് എന്ന് പറഞ്ഞാൽ സുന്നികളെ തൗഹീദല്ല, ഇസ്ലാമിന്റെ തൗഹീദല്ല, വഹാബികളുടെ വ്യാജ നിർമ്മിതമായ തൗഹീദിന്റെ അടിത്തറ പൊളിക്കുന്ന രൂപത്തിലാണ് പുതിയ ചർച്ചയുമായിട്ട് അവർ കടന്നു വന്നിട്ടുള്ളത്. ഏതായാലും ആ വിഷയത്തെ കൃത്യമായിട്ട് നമ്മളൊന്ന് അപഗ്രഥനം ചെയ്യുകയാണ്. അവരുടെ വീഡിയോയെ കീറി മുറിച്ച് പരിശോധിക്കുകയാണ്. എൻ്റെ വീഡിയോ 30-ലധികം മിനിറ്റുള്ള വീഡിയോ ചെറിയ 2 ക്ലിപ്പ് മാത്രം ഇട്ടുകൊണ്ട് രക്ഷപ്പെടുകയാണ്. ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല, ചിലതിനെ സ്പർശിക്കുക പോലും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചിരുന്നു തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിച്ചുകൊണ്ട്, തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കാനുണ്ടായ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ ഫാത്തിഹയുടെ തഫ്സീർ പറഞ്ഞിട്ട് ഒരു പരിഹാസ്യ രൂപേണെ കാലസ്വലാഹി ചോദിച്ചു, ഇബ്നു കസീർ എങ്കിലും നോക്കിക്കൂടായിരുന്നോ? കാലസ്വലാഹി ആ വീഡിയോയുടെ അവസാനത്തിൽ പറയാണ് മരിച്ചാൽ കേൾക്കൂല, കാണൂല, ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മളതിന് ഒരുപാട് തെളിവുകൾ നമ്മുടെ മുമ്പിൽ പറയാനുണ്ടെങ്കിലും ഇവർ പരാമർശിച്ച കിതാബ് എന്ന നിലക്ക് ഇബ്നു കസീർ ഉദ്ധരിച്ചു. ഇബ്നു കസീറിൽ സൂറത്തുർ റൂമിൽ ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ വലാ തുസ്മിഉസ് സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തഫ്സീർ ഇബ്നു കസീർ ഒരുപാട് സംഭവങ്ങൾ, മരണപ്പെട്ടവരുടെ കേൾവിയുമായി അറിയലുമായി ബന്ധപ്പെട്ട പല സംഭവങ്ങളും ഉദ്ധരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, വസ്സലഫു മുജ്മിഊന അലാ ഹാദാ വഖദ് തവാത്തറത്തിൽ ആസാറു അൻഹും ബിഅന്നൽ മയ്യിത യഅരിഫു ബിസിയാറത്തിൽ ഹയ്യി ലഹു വയസ്തബ്ശിർ. മരണപ്പെട്ട ആളുകൾ അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകളെ കാണുമെന്നും അതുകൊണ്ട് സന്തോഷിക്കുമെന്നൊക്കെ ഇജ്മാ ഉദ്ധരിക്കുകയാണ്, തവാത്തുറായി വന്നതാണെന്ന് പറയുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ തൊടാതെ പോയത്? കാരസലായി പറഞ്ഞല്ലോ മാന്യമായി നമുക്ക് മറുപടി പറയാന്ന്. ഇതാണോ നിങ്ങളുടെ മാന്യത? ചോദ്യത്തിൽ നിന്ന് ഒളിച്ചോടലാണോ നിങ്ങളുടെ മാന്യത? ഏതായാലും ഇനി നമുക്ക് ക്ലിപ്പുകളെ കേൾക്കാം. നമ്മള് പിന്നെ മുമ്പത്തെ ഒരു പ്രൂഫ് പോയിന്റ് ചർച്ചയ്ക്ക് എടുത്ത വിഷയമാണ്. അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കുക എന്തോ ഒരു പുതുമുള്ള സംഗതിയാണ് എന്നാണ്. പക്ഷേ ഇതിന് പ്രമാണങ്ങൾ പരതിയാൽ ഇതിൻ്റെ പഴക്കം നമുക്ക് മനസ്സിലാവും. കാര്യകാരണ ബന്ധം, അതേപോലെ തന്നെ ഭൗതികം അഭൗതികം, ഇങ്ങനെയുള്ള ഈ ചർച്ചയുടെ പഴക്കം എത്രത്തോളം ഉണ്ട് എന്ന് ആർക്കും ബോധ്യമാകുന്ന കാര്യകാരണ ബന്ധം, അഭൗതികം, അദൃശ്യം, ഇതിന്റെയൊക്കെ പഴക്കം എത്ര ഉണ്ട് എന്ന് ആർക്കും ബോധ്യമാകുമെന്നാണ് ഇവർ പറയുന്നത്. ആർക്കാണ് ബോധ്യമാകുന്നത്? കാരണം ഇതിന് ഏറി വന്നാൽ മുജാഹിദ് പ്രസ്ഥാനം, കേരളത്തിലുള്ള വഹാബിസത്തിന്റെ പഴക്കമേ ഇതിനുള്ളൂ. ഇത് നമ്മൾ കാലങ്ങളായിട്ട് പറയുന്നതാണ്. മുജാഹിദുകളും ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഞമ്മക്ക് വരെ തെളിവ് വേണ്ട, ഇത് ഇവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ജിന്ന് വിവാദം വസ്തുത എന്ത്? അബൂബക്കർ പൂഴിത്തറ ഇവരുടെ ഇസ്ലാഹ് മാസികയുടെ ഒക്കെ സ്ഥാപകരിൽപ്പെട്ട ആളാണ്. ഈ മുജാഹിദ് അല്ല എന്ന് പറയട്ടെ, ഏതായാലും ഞങ്ങളാളല്ല, സുന്നിയല്ല, നിങ്ങളെ കൂട്ടത്തിലുള്ള ആളാണ്. നിങ്ങളിപ്പോ തമ്മിൽ തല്ലിയപ്പോൾ അയാൾ എവിടെ എത്തി തെറിച്ചിക്കണെന്ന് അല്ലാഹു അഅലം നമുക്കറിയില്ല. ഏതായാലും നിങ്ങളെ കൂട്ടത്തിൽ ഈ കാര്യകാരണ ബന്ധവും അഭൗതികവും അദൃശ്യവും ഒക്കെ എഴുതി സ്ഥാപിച്ച് നടന്നിരുന്ന ഇദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് കാണാം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമെന്നും അഭൗതികമെന്നും കഴിവിനതീതമെന്നും അദൃശ്യമാർഗവുമെന്നെല്ലാം ആരാധനയുടെ സത്തയായ പ്രാർത്ഥനയുടെ നിർവചനം മുമ്പ് വിശദീകരിക്കപ്പെട്ടത്.
പിന്നെ അത് അതിൻ്റെ ഇടയിൽ 2-3 വരികളുണ്ട്, അതുവരെ ജിന്നുമായി ബന്ധപ്പെട്ടാണ്, ഇവിടെ പ്രസക്തമല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. കാരണം ആ വിശദീകരണം വിശുദ്ധ ഖുർആനോ പ്രവാചകനോ പറഞ്ഞതല്ല. പഴക്കം കണ്ടില്ലേ, ഒരുപാട് പഴക്കമുണ്ട് എന്ന് കേട്ടാ തോന്നുന്നു റസൂലുള്ള നേരിട്ടാണ് പറഞ്ഞു കൊടുത്താണ് ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്, നിങ്ങൾ തന്നെ എഴുതി വെക്കുകയാണ്. പിന്നെ 1-2 വരികൾ കൂടി കഴിഞ്ഞിട്ട് വീണ്ടും പറയുകയാണ്, നാം ആവിഷ്കരിച്ചെടുത്ത ഒരു വിശദീകരണം മാത്രമാണത്. ആരെയും നാം മുജാഹിദീങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾ തന്നെ എഴുതി വെക്കുന്നു. എന്നിട്ട് ഇനി അതിന് വല്ല ഹദീസും ആയത്തും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് ഈ സാധുക്കള്, അതും അല്പജ്ഞാനികളായ ആളുകൾ അതിരിവിട്ട ഗവേഷണം നടത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ നിങ്ങൾ തന്നെ തുറന്നു സമ്മതിക്കുന്ന ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് സമൂഹത്തോട് നിങ്ങൾ പറയണം. ഒളിച്ചോടരുത്. രണ്ടാമത്തത് പിന്നെ ഈ ചുടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും പറഞ്ഞില്ലേ, അതേപോലെ മുസ്ലിയാക്കന്മാരുടെ അവസ്ഥ. അതായത് പഴയകാലത്തെ മുസ്ലിയാക്കന്മാർ ഇതുകൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് എടുത്താലും ഈ കേസ മുസ്ലിയാരാകട്ടെ, നാട്ടികയാകട്ടെ, അതേപോലെ ഏത് മുസ്ലിയാക്കന്മാരെടുത്താലും അഹ്ലുസുന്നയുടെ വക്താക്കൾ തൗഹീദും ഷിർക്കും പ്രമാണങ്ങളിൽ വെച്ച് പഠിപ്പിക്കുന്ന വിഷയത്തിൽ അവർക്ക് മുമ്പിൽ എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ ഷിർക്കിൻ്റെ ആളുകൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം അന്ന് മുതലേ ഇവർക്ക് ഇത് കേൾക്കുമ്പോൾ ആർക്കെങ്കിലും ചിരി വരുന്നുണ്ടോ? E.K. ഹസൻ മുസ്ലിയാരും നാട്ടിക ഉസ്താദും പതി അബ്ദുൽ ഖാദർ ഉസ്താദൊക്കെ നവ്വറല്ലാഹു മറാഖിദഹും വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ, ആ മഹാന്മാരൊക്കെ ഇവരെ മുമ്പിൽ ഈ അഭൗതികവും അദൃശ്യവും കാര്യകാരണ ബന്ധമൊക്കെ പറഞ്ഞ് പരാജയപ്പെട്ടു പോയിക്കണു. നിങ്ങൾക്കൊരു സുഖിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയാം, പക്ഷെ യാഥാർത്ഥ്യത്തോട് പുലബന്ധം പോലും അതിനില്ല. എന്തിനാണ് കാനസല ഇങ്ങനെയൊക്കെ പറയണത്? അടുത്തത് കാര്യം എന്ന് പറയുമ്പോൾ ഒരു മനസ്സിലാക്കുന്നത് കാര്യകാരണം എന്താണെന്നുള്ള അത്രയ്ക്ക് ഒരു പേടിൻ്റെ വിഷയത്തിൽ. അതാണ് ഇവിടെ ഈ നമ്മുടെ പ്രൂഫ് പോയിന്റിന് മറുപടിയായിട്ട് കാര്യകാരണ ബന്ധം എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ പേടിക്കുമെന്ന്. സത്യത്തിൽ ഇയാൾക്ക് ഈ ഷോക്കിലെ പ്രതിസന്ധിയിലെ അഥവാ ഈ ചോദ്യത്തിന്റെ ശരങ്ങൾ അവർക്ക് ശരീരത്തിൽ തറച്ചപ്പോൾ ഈ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച ആൾക്കാർ പരിസരം മറക്കുമല്ലോ, ഏത് വഴിക്കുന്ന വന്നൊന്നും അറിയില്ല, അക്കോലത്തിൽ വണ്ടിയൊക്കെ കറങ്ങുമല്ലോ, അതേപോലെ കാരസ്വലായി ആകെ കറക്കം സംഭവിച്ചിരിക്കണ്. പൊന്നു സഹോദര, ഞാൻ അങ്ങോട്ടാ ചോദിച്ചത്. ആ കാര്യകാരണ ബന്ധവും അഭൗതികവും അദൃശ്യമൊക്കെ ഞാൻ ചോദിച്ചത് നിങ്ങൾ മറുപടി പറയാണ്. ഞങ്ങൾക്കത് പേടിയാണെങ്കിൽ ഞങ്ങൾ എന്താ പറയാ, കാര്യകാരണ ബന്ധം തൽക്കാലം നമ്മൾ മിണ്ടണ്ട. കാരണം അത് പറഞ്ഞാല് നമ്മളെ മുൻഗാമികളൊക്കെ കുടുങ്ങിയിരിക്കണ്. മുൻഗാമികൾ ജയിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ധൈര്യം. നിങ്ങൾക്കതിന് മറുപടി ഉണ്ടായിട്ടില്ല, അതാ ഞങ്ങളുടെ ധൈര്യം. ആലപ്പുഴ സംവാദം എടുത്തു നോക്കി, ഈ കാര്യകാരണ ബന്ധം ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞോ? അനസ് മൗലവി ഞാൻ തെരഞ്ഞു നോക്കുന്നുണ്ട്, തെരഞ്ഞിട്ട് കിട്ടിയാ പറയാന്നുണ്ടോ, ഒറ്റ പോക്ക് പോയതാ. പിന്നെ അനസ് മൗലവി ആ വിഷയത്തെ പറ്റി മിണ്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പോ സഹോദര, പേടിയില്ല, പേടി നിങ്ങൾക്കാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു തരം അപകർഷത നിങ്ങൾക്കു തന്നെ സംഭവിച്ചു എന്നതിൻ്റെ വ്യക്തമായ അടയാളങ്ങൾ കാരസ്വലാഹിയുടെയും കൂടെ ഇരിക്കുന്ന സാധുക്കളുടെയും മുഖത്ത് നിന്ന് പ്രകടമാകുന്നുണ്ട്. ഇതിന് ഡിഫൻസ് മെക്കാനിസം എന്നാ പറയാ. അപ്പൊ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ ഒരാള് കാണിക്കുന്ന ചിലതരം പ്രകടനങ്ങൾ. ഇപ്പോ ക്രിക്കറ്റ് കളിക്കുന്ന ആള് ഒന്നാമത്തെ ബോളിൽ ക്ലീൻ ബൗൾഡായിട്ട് ക്ലീൻ ഡക്കായിട്ടാണ് പോയിന്നെങ്കിൽ അപ്പൊ എന്താ പറയുക, ഗോൾഡൻ ഡക്ക് എന്നൊക്കെ പറയില്ല, അയാൾ ഔട്ടായാൽ അയാൾ എന്ത് ചെയ്യും, ഗ്രീസിലൊന്നും ഇങ്ങനെ കുത്തി നോക്കും, അതായത് ബേറ്റ് ഇങ്ങനെ പിടിച്ചു നോക്കും. അഥവാ ഞാൻ ഔട്ടായത് എന്റെ കുഴപ്പം കൊണ്ടല്ല, എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ബേറ്റിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു എന്ന് വരുത്തി തീർക്കാൻ. അതേപോലെ കാരസ്വലായി പരാജയപ്പെട്ടതിന്റെ ഒരു ജാള്യത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറയണം, സുന്നികൾക്ക് കാര്യം എന്ന് പറയുമ്പോഴത്തേന് പേടിയാണ്. ഇതൊക്കെ നിങ്ങൾ ആരോടാ പറയുന്നത്? ഭക്ഷണം കഴിക്കണ ചോറ് കഴിക്കുന്ന ആൾക്കാരോടല്ലേ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ വഷളാകാൻ പറ്റുമോ? ബാക്കി പറയട്ടെ. വന്ന മുസ്ലിയാരുടെ വിഷയത്തിൽ നമ്മൾ കണ്ടത് ഏതായാലും ആ മുസ്ലിയാരനെ കാര്യമായി ചോദിച്ചതാണ് ഈ തൗഹീദും ഷിർക്കും പഠിപ്പിക്കുന്നിടത്ത്, വിശദീകരിക്കുന്നിടത്ത് ഈ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം ഇപ്പുറം, അതേപോലെ ഭൗതികം അഭൗതികത നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ, ഇത് എവിടെയാണുള്ളത്? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, പിന്നെ നമ്മുടെ സംസാരത്തിൽ ചർച്ചയിൽ അതിൻ്റെ ആയത്ത് 2-3 ആയത്ത് ഓതി കൊടുത്തു. അതേപോലെ 3 ആയത്ത് ഓതി കൊടുത്തു. ഞാൻ ഓതിയ 3 ആയത്ത് ഞാനിവിടെ പരാമർശിക്കാം. അതിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ശിർക്കും ഇപ്പുറമുള്ളത് തൗഹീദും എന്ന് പഠിപ്പിച്ച ഒരു ഇബാറത്ത് ഏതെങ്കിലും ഒരു മുജാഹിദിന് കൊണ്ടുവരാൻ പറ്റുമോ? വശളാണ് ഇതിനൊരു പരിധിയില്ലേ? ഇതാ 1-ാമത്തെ ആയത്ത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ഈ ആയത്തിന്റെ ഏത് വിശദീകരണത്തിലെങ്കിലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ശിർക്കും ഇപ്പുറമുള്ളത് തൗഹീദും, അല്ലെങ്കിൽ ഇത് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമാണെന്ന് എവിടെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇല്ല. രണ്ടാമത്തെ ആയത്ത് ഏതാ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് ഞങ്ങൾ സഹായം തേടുന്നു. ഇതിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായം അള്ളാഹിനോടേ പറ്റുള്ളൂ, ഇപ്പുറത്തുള്ളത് എല്ലാവരോടും പറ്റും എന്ന് പറയുന്ന ഒരു ഇബാറത്ത് കൊണ്ടുവരും. മൂന്നാമത്തെ ആയത്ത് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, സൂറത്തുൽ അൻഫാലാണ് എൻ്റെ ഓർമ്മ. ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അയ്യദക, നബിയെ അങ്ങേ ശക്തിപ്പെടുത്തി, ബിനസ്രിഹി അല്ലാഹുവിന്റെ സഹായം കൊണ്ടും, വബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെ സഹായം കൊണ്ടും അല്ലാഹു ശക്തിപ്പെടുത്തി. ഈ മൂന്ന് ആയത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് ശിർക്കും ഇപ്പുറത്തുള്ളത് തൗഹീദും, ദൃശ്യം അദൃശ്യം, ഭൗതികം അഭൗതികം എന്ന ഒരു പരാമർശവും ഇല്ല. അഥവാ മാനദണ്ഡമാക്കി പഠിപ്പിച്ചിട്ടേ ഇല്ല. ഇതാണല്ലോ നമ്മുടെ വിഷയം. അത് അവര് പച്ചക്കളവ് പറയുകയാണ്. ഇനി അടുത്ത വിഷയം പറയട്ടെ. ഏതായാലും നമ്മൾ മൂപ്പര് നമ്മളോട് ആവശ്യപ്പെട്ട് ഈ വീണ്ടും മൂപ്പര് മറുപടി എന്ന് പറഞ്ഞ് വന്നതിനും ആവശ്യപ്പെട്ട ഭാഗം ഒന്ന് കേൾക്കാതെ. സാധാരണക്കാർക്ക് ഉൾക്കൊള്ളാന് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് ഭൗതികം അഭൗതികം, അധീനം അതീതം അടക്കമുള്ള നിങ്ങൾ സാധാരണ പറയുന്ന ഈ വാക്കുകൾ ഈ കെ എം മൗലവി ഇവരൊന്നും അല്ലാത്ത ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ലേ? എന്താ മലയാളത്തിൽ മാത്രമേ തൗഹീദുള്ളൂ, മലയാളത്തിൽ മാത്രമേ മുഅ്മിനീങ്ങളുള്ളൂ, മലയാളം സംസാരിക്കുന്ന അല്ലല്ലോ. ഇതിന് വേണ്ട ഇനി മലയാളത്തിൽ തന്നെ നിങ്ങൾ ഈ പറയപ്പെട്ട ആൾക്കാരല്ലാതെ വേറെ ആരാണത് പറഞ്ഞിട്ടുള്ളത്? ഇത് നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ലേ? തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡമായിട്ട് ദൃശ്യം അദൃശ്യം, ഭൗതികം അഭൗതികം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം അധീനം, വളരെ വ്യക്തല്ലേ ചോദ്യം? തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് ഇത് പഠിപ്പിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. നമുക്ക് അതിനുള്ള മറുപടി. എന്താ മറുപടി വേണ്ടത്? ഇതാ വിശുദ്ധ ഖുർആനിലെ ഇന്ന ആയത്തിൽ പറയുന്നു, ഇന്ന ഹദീസിൽ പറയുന്നു, ഇന്ന ഇമാമ് ഇതാ തൗഹീദിന്റെ മാനദണ്ഡം തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡമായിട്ട് പഠിപ്പിക്കുന്നു. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ളത് ശിർക്കാണ്, ഇപ്പുറമുള്ളത് തൗഹീദാണെന്ന് പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമായിട്ട് ഇതാ പഠിപ്പിക്കുന്നു. ഈ അപ്പുറം ഇപ്പുറം ആരാണ് പഠിപ്പിച്ചത്? ഇന്ന ഇമാമിന്റെ പേരാണ് പറഞ്ഞ വിഷയം അവസാനിച്ചു. ഇതെന്താണ്? അങ്ങനത്തെ ഒരു ഇമാമിന് ഇവർക്ക് കിട്ടാല്ല. അപ്പൊ ഇവരെ വകയായിട്ട് ഇനി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. അടുത്തത് പറയട്ടെ. ആര് പറഞ്ഞു? തൗഹീദും ശിർക്കും പറയുന്നിടത്ത് മാനദണ്ഡമാക്കിയിട്ട് ആര് പറഞ്ഞു എന്നാണ്. അതിന് കൃത്യമായി നമ്മൾ തൗഹീദ് ചോദ്യം കറക്റ്റാണ്. മാനദണ്ഡമാക്കിയിട്ട് ആര് പറഞ്ഞു എന്ന്. ഇനി ഇയാൾ തന്നെ തട്ടിപ്പ് നടത്തുന്നത് കണ്ടോളി. ഇതും ഷിർക്കും അല്ലെങ്കിൽ അള്ളാഹുവിനെയും സൃഷ്ടികളെയും പരിചയപ്പെടുത്തുന്നിടത്ത് ഖുർആൻ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ മറുപടിയിൽ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്താണ്. അത് മൂപ്പർക്ക് തിരിഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തത് സൂറത്തുൽ ഫാത്തിഹയിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഖുർആൻ്റെ തുടക്കം. അപ്പോൾ അവിടെ റബ്ബുൽ ആലമീൻ, ലോകരുടെ റബ്ബ് എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു ഖാലിക്കാണ്, മാലിക്കാണ്, റാസിഖാണ്, മുദബ്ബിറാണ്, വക്കീലാണ്. ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു നാമമാണ് ഏത്? റബ്ബ് എന്നുള്ളത്. അപ്പോൾ റബ്ബ് രക്ഷിതാവ്, അതേപോലെ തന്നെ അഥവാ ഖാലിക്ക്, പിന്നെ മഖ്ലൂക്ക്. അപ്പോൾ സൃഷ്ടി ആര്, സൃഷ്ടാവ് ആര് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. സൃഷ്ടി ആര്, സൃഷ്ടാവ് ആര് എന്ന് പഠിപ്പിക്കുന്ന ഈ ആയത്ത് തൗഹീദുമായി ബന്ധപ്പെട്ട ആയത്തല്ല എന്ന് എങ്ങനെ ഇയാൾ പറയാം? കാരണം അല്ല ഈ ഖുർആൻ തുടക്കം മുതൽ തന്നെ എന്താ പഠിപ്പിക്കണത്? തൗഹീദാ പഠിപ്പിക്കണത്. ഇപ്പൊ അദ്ദേഹം വരുത്തി തീർത്ത എന്താണ്? നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്ത് തൗഹീദുമായി ബന്ധമല്ല എന്ന് പറഞ്ഞുക്കണു എന്ന് വരുത്തുക. അങ്ങനെ നമ്മൾ പറഞ്ഞുക്കണോ? ഈ ആയത്തിന് തൗഹീദുമായി ബന്ധമല്ല എന്ന് നമ്മൾ പറഞ്ഞുക്കണോ? ഈ ആയത്ത് നിങ്ങൾ പറയുന്ന രൂപത്തിൽ ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമാക്കാനുള്ള തെളിവ് എവിടെ? അതില്ല. അതല്ലേ നമ്മുടെ ചോദ്യം. അത് ഇയാൾ തന്നെ ഈ വീഡിയോന്റെ ആദ്യത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇയാൾ പറയാണ് ഇത് ശിർക്ക് തൗഹീദുമായി ബന്ധമല്ല എന്ന് എങ്ങനെ പറയാൻ? ഇതിനല്ലേ തട്ടിപ്പ് എന്ന് പറയാം. ബാക്കി പറയാം. അവിടെ നമ്മൾ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ആലം എന്ന് പറഞ്ഞാൽ വഹുവ കുല്ലു മൗജൂദിൻ സിവല്ലാ, അല്ല അല്ലാത്ത എല്ലാം ആലമാണ്. ലോകം എന്ന് പറഞ്ഞാൽ അതിന് പ്രയോഗിക്കുന്നൊരു വാക്കാണ് ഭൗതികം എന്നത്. നമ്മൾക്ക് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല ലോകങ്ങളുമുണ്ട്, പല സൃഷ്ടികളുമുണ്ട്. അതെല്ലാം ആലമിൽപ്പെട്ടതാണ്. അപ്പോൾ ഇതൊക്കെ തഫ്സീറുകളിലുണ്ട് എന്ന് പറഞ്ഞ് ഇബ്നു കസീർ റഹിമഹുള്ളയുടെ തഫ്സീർ വായിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ മൂപ്പര് അവിടെ ഇവിടെ ഭൗതികം എന്നുള്ളത്, ഭൗതികം എന്നുള്ള വാക്ക് അയാൾക്ക് കിട്ടണം, അത് മൂപ്പരെ വാശിയാണ്. അപ്പോൾ ആലം എന്ന വാക്കിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം, അത്രേ ഉള്ളൂ. കാരണം ഈ ഒരു
തത്വത്തിൽ അവരുടേതായ ഒരു തത്വത്തിൽ നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കിതാബുകളിൽ എന്താണെന്ന് എന്ത് ചെയ്യില്ല, തിരിയില്ല. അപ്പോൾ ഇവിടെ ആലം എന്ന വാക്കിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞതാണ് അള്ളാഹു അല്ലാത്ത എല്ലാ ഇപ്പം അദ്ദേഹം പറഞ്ഞു വന്നത് എന്താണ്? അള്ളാഹു അല്ലാത്തത് എല്ലാം ഭൗതികമാണ്. വഹുവ കുല്ലു മൗജൂദിൻ സിവല്ല, ആലം എന്ന് പറഞ്ഞാൽ ഈ ആലം സമം ഭൗതികം. ശരിക്കും മനസ്സിലാക്കിയാലോ, ഇവരുടെ തൗഹീദിന്റെ അടിത്തറ പൊളിയുകയാണ്. ഇവരുണ്ടാക്കിയ തൗഹീദ് ഇവർ തന്നെ പൊളിക്കുകയാണ്. ഇവരെന്നെ ഉണ്ടാക്കും, ഇവരെന്നെ പൊളിക്കും, അടുത്തത് പുതിയത് ഉണ്ടാക്കും, ഇവരെന്നെ പൊളിക്കും. ഇതാണ് ചെയ്യുന്നത്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ എന്താണ്? ആലം സമം ലോകം, ലോകം സമം ഭൗതികം, ഇതാണല്ലോ പറഞ്ഞത്. എങ്കിൽ ഞങ്ങൾക്ക് അവിടെ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി പറയണം. ആദ്യമായിട്ട് ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്, ശരിക്കും ശ്രദ്ധയോടുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടരുത്. അൽ ഇസ്ലാഹ് മാസിക 2013 ഫെബ്രുവരി മാസത്തെ അൽ ഇസ്ലാഹ് മാസിക, ഈ അൽ ഇസ്ലാഹ് മാസികയിലെ 40ാമത്തെ പേജിൽ ഇപ്പൊ എന്താ പറഞ്ഞത്? അള്ളാഹു മാത്രം അഭൗതികവും ആലം മാസിവൽ ബാരിയായ ആലം, അല്ലെ, മാസിവൽ ബാരിയായ ആലം ഇതെന്താണ്? ഭൗതികമാണ് എന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ തന്നെ എഴുതി വെച്ചത് നോക്കൂ. നിങ്ങൾ മരണപ്പെട്ടുപോയ മനുഷ്യന്മാർ ഈ ലോകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ആത്മാക്കളുടെ ലോകമെന്നത് അഭൗതിക ലോകമാണ്. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? അല്ലല്ലാത്തതൊക്കെ ഭൗതികമാണെന്നാ പറഞ്ഞത്. ഇപ്പൊ ആത്മാക്കളുടെ ലോകം അഭൗതികമായി. അപ്പോൾ ആത്മാക്കളെ നിങ്ങൾ അള്ളാഹുവിലേക്ക് പങ്കു ചേർക്കുകയല്ലേ ചെയ്തത്? ആ പഴയ കാലത്ത് നിങ്ങൾ പഠിപ്പിച്ച തൗഹീദ് പൊളിയാണ്. ഇനി വേറെ അതിനേക്കാൾ രസകരമായ കാര്യം നിങ്ങൾ നോക്കൂ. ആത്മാക്കളുടെ ലോകം എന്നത് അഭൗതിക ലോകമാണ്. അതിനാൽ എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ ലോകം അഭൗതികമായതിനാൽ തന്നെ അവരിൽ നിന്ന് സമസ്തക്കാർ പ്രതീക്ഷിക്കുന്ന സഹായം അഭൗതിക സഹായമാണ്. അഭൗതികമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായുടെ കാരസലായിക്ക് മന്ത് മറ്റേ കാലിമേണ് എന്നുള്ളത്. നിങ്ങൾ കുടുങ്ങി. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തിനാണ് നിങ്ങൾ ആ ഭൗതികം പറയുന്നത് എന്ന് കൃത്യമായിട്ട് ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? അതവഞ്ഞ് സബുക്കുല്ലിസാനായിട്ട് പറഞ്ഞതാണെങ്കിൽ കഴിച്ചിലായി പൊയ്ക്കോട്ടെ സാധു എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ആണയിട്ട് വീണ്ടും പറയാണ് കാരസലാഹി, അള്ളാഹു മാത്രം അഭൗതികവും ലോകം മുഴുവൻ ഭൗതികവും. അപ്പോ ആത്മാക്കളുടെ ലോകം അഭൗതികമാണ് എന്ന് നിങ്ങൾ പഠിപ്പിച്ചത് നിങ്ങൾ തിരുത്തുന്നു എന്ന് മാത്രമല്ല, മരണപ്പെട്ടവരോട് സഹായം ചോദിക്കൽ, മരണപ്പെട്ടവരിൽ നിന്ന് ലഭ്യമാകുന്ന സഹായം ശിർക്കാണ് എന്ന് നിങ്ങൾ പഠിപ്പിക്കാനുണ്ടായ കാരണം മരണപ്പെട്ടവരുടെ ലോകം അഭൗതികമാണ്. ഇപ്പൊ കാരസലായി സമ്മതിക്കുന്നു അല്ലല്ലാത്തൊക്കെ ഭൗതികമാണ്. അപ്പൊ പിന്നെ മരണപ്പെട്ടവരോ അത് ഭൗതികമല്ലേ? അവരിൽ നിന്നുള്ള സഹായം ഭൗതികമാണോ അഭൗതികമാണോ? ചോദ്യം. ഇനി ഭൗതികമാണെങ്കിൽ ശ്രദ്ധിക്കണം, ഭൗതികമാണെങ്കിൽ അവരിൽ നിന്നുള്ള സഹായം എങ്ങനെ ശിർക്കാകും? അഭൗതികമാണെങ്കിൽ അള്ളാഹു മാത്രമല്ലേ അഭൗതികം? കൃത്യമായിട്ട് നിങ്ങൾ മറുപടി പറയണം. ചോദ്യം നമ്പർ 2, നിങ്ങളുടെ വാദം ഇപ്പോ ജിന്നി വിഭാഗമാണ് എന്നാണ് നിങ്ങളെ കുറിച്ച് പറയാറുള്ളത്. നിങ്ങളുടെ വാദം ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടാൻ പറ്റുമെന്നാണ്. അഥവാ സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്നാണ് നിങ്ങളുടെ വാദം. പിന്നെ ശിർക്കല്ലെങ്കിൽ പിന്നെ എന്താണെന്നുള്ളത് അത് മറ്റൊരു ചർച്ചയാണ്. കാരണം അത് ഇവിടെ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. നമ്മളിപ്പോ ശിർക്കും തൗഹീദുമാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക, ഹയ്യും ഹാദിറും ഖാദിറുമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്നാണ് കാരസ്വലാഹി അടക്കമുള്ള വിസ്ഡം വിഭാഗത്തിന്റെ വാദം. എന്നാൽ ചോദ്യം, ഹയ്യും ഹാദിറും ഖാദിറുമല്ലാത്ത ജിന്ന് ഭൗതികമോ അഭൗതികമോ? ഇപ്പോഴാണ് കാരസ്വലാഹിക്ക് ഓടുന്നുണ്ടാകുക. ഇങ്ങനെ ഹയ്യും ഹാദിറും ഖാദിറും അല്ലാത്ത ജിന്ന് ഭൗതികമോ അഭൗതികമോ? അഭൗതികം എന്ന് പറഞ്ഞാലോ അപ്പൊ അള്ളാഹു മാത്രമേ അഭൗതികമുള്ളൂ, അവിടെയും പെട്ടു. ഭൗതികം എന്ന് പറഞ്ഞാലോ അപ്പൊ പിന്നെ സഹായം എന്താണ്? അവരിൽ നിന്നുള്ള സഹായം പിന്നെ ഭൗതികമോ അഭൗതികമോ? ഇത് ആ കായക്കൊടിയൊക്കെ ഇങ്ങോട്ട് പൊരിക്കുന്നത് കിട്ടിയാലേ. ഇതിപ്പോ വിസ്ഡം വിഭാഗം ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് വഫാത്തായി പോയി. അവർ ക്ലാസ്സിൽ ഇങ്ങനെ പറയാറുണ്ട്, അള്ളാഹുരുടെ ഉഖറവിയായ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ക്ലാസ് എടുക്കുമ്പോൾ തമാശക്ക് ഇങ്ങനെ പറയും, മിണ്ടിയാലും കൊല്ലും മിണ്ടിയിട്ടില്ലെങ്കിലും കൊല്ലും എന്ന് പറയും. ഇതേപോലെ കാരസ്വലായി ഭൗതികം എന്ന് പറഞ്ഞാലും പെടും, അഭൗതികം എന്ന് പറഞ്ഞാലും പെടും. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ വ്യാജ തൗഹീദാണ്. നിങ്ങളിതൊന്ന് വിശദീകരിക്കും, ബാക്കി നമുക്ക് പറയാം. അപ്പൊ ഇനി അടുത്ത ക്ലിപ്പ് കാരസ്വലാഹി പറയട്ടെ.
അല്ല അതേ സൂറത്തിലെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് നമ്മൾ ഓതി കൊടുത്തു. അപ്പോൾ അത് ഓതിയിട്ട് അവിടെ ശരിക്കും എന്താ ഇബാദത്താണ്, തൗഹീദ പഠിപ്പിക്കണത്. ഇബാദത്ത് ആരോട്, ഇസ്തിആനത്ത് ആരോട്. അപ്പോൾ അവിടെയും തന്നെ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ ഫൽ ഔവൽ തബർറുഉ മിനശ് ശിർക്ക്, ഷിർക്കിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുക. വസാനി തബർറുഉ മിനൽ ഹൗലി വൽ ഖുവ്വ വത്തഫ്വീൽ, എല്ലാ കഴിവും ശക്തിയും അള്ളാഹ്ക്കാണ് എന്ന് ഒരാൾ എന്ത് ചെയ്യണം, അംഗീകരിക്കണം. അതാണ് ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇസ്തിആനത്ത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ട ഇസ്തിആനത്താണ് അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് കിട്ടുന്നവർ പറയണത്. സന്താനങ്ങളെ കിട്ടും, അതേപോലെ തന്നെ രോഗത്തിന് ഷിഫാ കിട്ടും, ഇതൊക്കെ ഇവർ വാദിക്കുകയാണ്. അപ്പോൾ ഈ ആയത്ത് തൗഹീദും ഷിർക്കും വേർതിരിക്കലാണ്. എന്താണ് തൗഹീദ്, എന്താണ് ഷിർക്ക് എന്ന് പഠിപ്പിക്കുന്ന ആയത്താണിത്. ഇത് നമ്മൾ വായിച്ചു കൊടുത്തു. ഇനി അതിന് പുറമെ ഒന്നുകൂടി ഇവിടെ എല്ലാം അള്ളാഹുവിൽ നിന്നാണ്, എല്ലാ സഹായവും അള്ളാഹുവിൽ നിന്നാണ്, എല്ലാ സഹായത്തേട്ടവും അള്ളാഹുവിനോടാണ്. ഇങ്ങനെ തന്നെയല്ലേ നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞില്ലേ, ഫിൽ ഉമൂരി കുല്ലിഹ, അള്ളാഹുവിനോട് സഹായം തേടുന്നു. ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാ വിഷയത്തിലും അള്ളാഹിനോട് സഹായം തേടുന്നു. അപ്പൊ ഞങ്ങളാണ് യഥാർത്ഥ മുവഹിദുകൾ. നിങ്ങൾ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് അള്ളാഹുവിനോടും ഇപ്പുറത്തുള്ളത് ആരോടും ചോദിക്കാം. എന്താ ഇപ്പുറത്തുള്ളത് ചോദിക്കല്, അത് ആയത്തുനിന്ന് എവിടുന്നാ കിട്ടിയത്? കാര്യകാരണ ബന്ധങ്ങൾ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ഷിർക്കാണ്, ഇപ്പുറത്തുള്ളത് ചോദിക്കാം. ആ ആയത്തിൽ എല്ലാ മുഫസ്സിറുകളും വിശദീകരിച്ചത് എന്താണ്? ഫിൽ ഉമൂരി കുല്ലിഹ, എല്ലാം അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അവിടെയും കാലസ്വലാഹി, നിങ്ങളുടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് യാതൊരു തെളിവും അവിടെ ഇല്ലേ ഇല്ല. ബാക്കി വായിക്കട്ടെ. ഇമാം റാസി റഹിമഉള്ള സൂറത്ത് അൻഫാലിലെ ആയത്തിനെ ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീന എന്ന ആയത്ത്, അഥവാ അള്ളാഹു ആരാണ്? അയ്യദക ബിനസ്രിഹി, അവൻ്റെ സഹായം കൊണ്ട് നിങ്ങൾക്ക് ശക്തി നൽകുന്നു. വബിൽ മുഅ്മിനീന, മുഅ്മിനുകളെ കൊണ്ട് നൽകുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹിൻ്റെ സഹായം എന്ന് പറഞ്ഞാൽ അതിലെ തൗഹീദ് പറഞ്ഞാൽ, കാരണം അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹിനോട് ചോദിക്കുന്നവർക്ക് അള്ള കൊടുക്കുന്ന കാര്യമാണ് അള്ളാഹിൻ്റെ സഹായം. അപ്പോൾ ആളുകളെ കബളിപ്പിക്കുക, എവിടെ തൗഹീദും ഷിർക്കും? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിനോട് ചോദിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് അള്ളാഹിന്റെ സഹായം. അതാണോ? അപ്പൊ സത്യനിഷേധികളായ ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്നില്ലേ? ഈ സാധുക്കൾക്ക് റാസിമാം എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടില്ല, ആ ആയത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല, സഹായം എന്താണെന്ന് മനസ്സിലായിട്ടില്ല, അള്ളാഹിനെ മനസ്സിലായിട്ടില്ല. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ എന്താണ് ഇപ്പോൾ ഇത് ചെയ്യേണ്ടതെന്നൊരു പിടുത്തമല്ല. ഇനി രസകരമാണ് വിശദീകരണങ്ങൾ. ഇവരീ പറയുന്ന ആയത്തിലൊന്നും ഈ സാധനം തന്നെ ഇല്ല. അതാണ് ഏറെ രസകരം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായത്തേട്ടം ഷിർക്കാണ്, ഇപ്പുറത്തുള്ളതാണ് കുഴപ്പമില്ല, അപ്പുറത്തുള്ളത് തൗഹീദാണ്, ഇതൊന്നും അവിടെ ഇല്ല. ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഞാൻ ആ ഇബാറത്ത്, ഇവർ വായിക്കണ ഇബാറത്ത് ശരിക്കും വായിച്ചു തരാം. അവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ ഈ അയ്യദക്കാന്ന് പറഞ്ഞല്ലോ, അഥവാ നിങ്ങൾക്ക് ശക്തി പകരും എന്ന് പറഞ്ഞാൽ അത് റബ്ബിൽ നിന്ന് തന്നെ കിട്ടുള്ളൂ, വേറെ ആരും കിട്ടൂല എന്ന രണ്ട് രൂപത്തിൽ അതുണ്ട്. ആ രണ്ട് രൂപത്തിലാണ്. അതിലൊന്ന് അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ, സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങൾ മുഖേനയല്ലാതെ ഉണ്ടാകുന്നത്. അപ്പോൾ വ്യക്തമാണ്, സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങൾ മുഖേനയല്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അസാധാരണത്വം അവിടെ ഉണ്ട്. എന്തേ പറഞ്ഞത്? എന്തോ ഒരു അസാധാരണത്വം അവിടെ ഉണ്ട്. അപ്പൊ ഈ സാധുക്കൾ പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ അസാധാരണമായ രൂപത്തിലുള്ള സഹായം എന്നാണ് അല്ലെ. ഇത് വീണ്ടും ഇവർ അപകടത്തിൽപ്പെടുത്തല്ലേ? അസാധാരണമായ സഹായം തന്നെയല്ലേ? അസാധാരണ സംഭവങ്ങൾ ചെയ്യുക, അസാധാരണമായി കാര്യങ്ങൾ നിർവഹിക്കുക എന്നതല്ലേ മുഅ്ജിസത്ത് അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്. ഉദാഹരണം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കൽ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ സ്വഹാബത്ത് വന്നത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അല്ലേ? ദാ അത്വശന്നാസു യൗമൽ ഹുദൈബിയ വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന യദൈഹി റിക്വത്തുൻ ഫതവല്ല ഫജഹിശന്നാസു നഹ്വഹു. റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്, നബി തങ്ങൾ അതിൽ നിന്ന് വുളൂ ചെയ്തു. ജനങ്ങൾക്ക് നല്ല ദാഹമുണ്ട്. ജനങ്ങൾ നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ലൈസ ഇൻദനാ മാ ഉന്നതവല്ലഹു വലാ നശ്റബു ഇല്ലാ മാ ബൈന യദൈക്. അവിടുത്തെ കയ്യിലുള്ള ആ പാത്രം മാത്രമേ ഉള്ളൂ, വേറെ വെള്ളമൊന്നും ഞങ്ങൾക്കില്ല, കുടിക്കാനുമില്ല, ഒന്നും ഉണ്ടാക്കാനുമില്ല. ഞങ്ങൾ എന്തു ചെയ്യും? അള്ളാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് എന്താണ്?
നബിതങ്ങൾ ഫവദഅ യദഹു ഫിർരിക്വതി ഫജഅലൽ മാഉ യസൂറു ബൈന അസ്വാബിഇഹി കഅംസാലിൽ ഉയൂൻ. റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് അരുവികളിൽ നിന്ന് ഉറവയൊഴുകുന്നത് പോലെ റസൂലുള്ളാഹിന്റെ കയ്യിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നു. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി അസ്വാബിഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ സംസമിൻ ഫൽകൗസറു ഫനീലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുരി. അല്ലേ? ഏറ്റവും നല്ല വെള്ളം റസൂലുള്ളാഹിന്റെ കയ്യിലൂടെ വന്നു. ഇത് അസാധാരണമായ രൂപത്തിൽ റസൂലുള്ളാഹി സഹായിച്ചതല്ലേ? ഷിർക്കാണോ? പറയൂ നിങ്ങൾ. ഇനി ബാക്കിയും കൂടി അദ്ദേഹം ആ ക്ലിപ്പിൽ ഒരുപാട് അബദ്ധങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വീണ്ടും ആ വിഷയങ്ങൾ പറയട്ടെ. ആ രണ്ട് രൂപത്തിലാണ്. അതിലൊന്ന് അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദ. സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങൾ മുഖേനയല്ലാതെ ഉണ്ടാകുന്നത്. അപ്പോൾ വ്യക്തമാണ്, സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങൾ മുഖേനയല്ല എന്ന്. സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങൾ മുഖേന അല്ല. ഇത് നമ്മൾ കഴിഞ്ഞ ഇതിൽ വൃത്തിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞതല്ലേ? ഞാൻ ഒന്നും കൂടി വായിച്ചു തരാം. മാത്രമല്ല, കഴിഞ്ഞതിൽ നമ്മൾ തഫ്സീർ ഹാസിനും കൂടി വായിച്ചിരുന്നു, മിണ്ടിയിട്ടില്ല ഇതിനെ കുറിച്ചിട്ട്. ഇനി അവിടെ ഉള്ള ആ തഫ്സീർ ഞാനൊന്ന് വായിച്ചു തരാം. നമ്മുടെ വിഷയം എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഉള്ള സഹായം ശിർക്കാണ് എന്നതാണല്ലോ ഇവർ പറയുന്നത്. ആ തഫ്സീറിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല അയ്യദക, നബിയെ ശക്തിപ്പെടുത്തി, ബിൽ ബിനസ്രിഹി, അല്ലാഹുവിന്റെ സഹായം കൊണ്ടും, വബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ സഹായം കൊണ്ടും. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റാസി ഇമാം പറയാണ്, അത്ഈദു ലൈസ ഇല്ലാ മിനല്ലാഹ്. ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യം ചെയ്തത് അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല, അത് അള്ളാഹ് തന്നെ ചെയ്തെന്നത്. പക്ഷെ രണ്ട് രൂപമുണ്ട്. അഹദുഹുമാ, അതിൽ ഒന്നാമത്തത് മാ യഹ്സുലു മിൻ ഗൈരി വാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദത്തിൻ, സാധാരണമായ അറിയപ്പെട്ടതായ കാരണങ്ങൾ മുഖേന അല്ലാതെയുള്ള സഹായം. അതോ ഒരു കാരണം ഇല്ല എന്നല്ല. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാരണം ഇല്ല എന്നാണ്. കാരണങ്ങൾ ഇല്ലാതെ സഹായിക്കാൻ അള്ളാഹുവിന് കഴിയോ ഇല്ലേ എന്നുള്ളതല്ല നമ്മളെ ചർച്ച. അത് ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡമാണോ അല്ലേ എന്നതും ഇവിടെ പറഞ്ഞത് അറിയപ്പെട്ടതും സാധാരണവുമായ കാരണം അല്ല. കാരണങ്ങൾ അവിടെ ഉണ്ടായേക്കാം, ഇല്ലാതെ ആയേക്കാം. പിന്നെ വസാനി, രണ്ടാമത്തത് മാ യഹ്സുലു ബിവാസിത്തത്തി അസ്ബാബിൻ മഅലൂമത്തിൻ മുഅതാദത്തിൻ, അറിയപ്പെട്ടതും സാധാരണവുമായ കാരണങ്ങൾ മുഖേന സഹായിച്ചു. ഇത് രണ്ടും ചെയ്തത് ആരാണ്? അള്ളാഹുവാണ്. രണ്ടും അള്ളാഹുവാണ്. അല്ലാതെ ഒന്ന് മുഅ്മിനീങ്ങൾ മറ്റേത് അള്ളാഹു എന്നല്ല. രണ്ടും അള്ളാഹുവാണ് ചെയ്തത്. ഒന്ന് മുഅ്മിനീങ്ങൾ മുഖേനയാണ്, മറ്റൊന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചിതമല്ലാത്ത മാർഗത്തിലൂടെയാണ്. അതല്ലാതെ ഒരു കാരണം ഇല്ല എന്നല്ല അവിടെ പറഞ്ഞത്. ഇതിനെ ഒന്നുകൂടി വാദിഹാക്കിയിട്ട് തഫ്സീർ ഹാസിൻ വിശദീകരിക്കുന്നുണ്ട്. അവിടെ ബാത്തിനിയായ കാരണം, ആന്തരികമായ കാരണമാണ് എന്ന് ബഹുമാനപ്പെട്ടവരോട് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒന്നും മിണ്ടുന്നില്ല. നമ്മളെ വിഷയം എന്താണ്? കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറം ഇപ്പുറം എന്ന് ഇവിടെ പറഞ്ഞിട്ടേ ഇല്ല. ഈ വാർത്തയിൽ എവിടെയില്ല. ഇനി അടുത്തത് ഹദീസിന്റെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഹദീസാണ്. അതിലെ പിന്നെ 19ാമത്തെ ഹദീസ് എന്താണ്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ഗുലാം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതിൽ ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് തേടണം. ഇത് തൗഹീദും ശിർക്കും പഠിപ്പിക്കലല്ല എന്ന് ഇത് കേൾക്കുന്നൊരു സാധാരണക്കാരന് പറയാൻ പറ്റൂല. പക്ഷെ മുസ്ലിംകൾക്ക് പറയേണ്ടി വരും. കാരണം ഇതാണ് അവസ്ഥ. ഇതാണ് പ്രശ്നം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ല, നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക. വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹിനോട് സഹായം തേടുക. ഇതാണല്ലോ റസൂൽ പറഞ്ഞത്. ഇതേ നബിതങ്ങൾ തന്നെ എത്രയോ സമയങ്ങളിൽ പറഞ്ഞിട്ടില്ലേ, സലൂനി, നിങ്ങൾ എന്നോട് ചോദിക്കൂ. അപ്പൊ ഈ ശിർക്കാണോ? റസൂൽ ശിർക്ക് വർപ്പിച്ചു എന്നാ? ഈ സാധുക്കൾക്ക് ഇവിടെ എന്താ പറഞ്ഞത് തന്നെ തിരിഞ്ഞിട്ടില്ല. ഞാൻ ആ ഇബാറത്ത് സഹിതം വായിക്കാം. റസൂൽ പറഞ്ഞില്ലേ സലൂനി, നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്ന് റസൂൽ പറഞ്ഞില്ലേ. ഇപ്പുറത്ത് നബിതങ്ങൾ പറഞ്ഞു ഇദാ സഅൽത ഫസ്അലില്ല. അപ്പൊ രണ്ട് ചോദ്യം എന്താണ് ഈ സാധുക്കൾക്ക് തിരിഞ്ഞിട്ടില്ല. അത് തവക്കുലിനെ കുറിച്ച് പറയുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഇനി ബാക്കി പറയട്ടെ. എന്നിട്ട് ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ ഇമാം നവവി റഹിമഹുല്ലാഹ് അവിടെ രണ്ടും പറഞ്ഞു. തുമ്മ ഇൻ കാനത്തിൽ ഹാജ അല്ലത്തി യസ്അലുഹാ ലം തജിൽ ആദ ബിജരിയാനിഹ അലാ ഇദ് ഖൽഖിഹി, സൃഷ്ടികളുടെ കയ്യാൽ നടന്നു കിട്ടാത്തത്, അതാണ് സൃഷ്ടികളുടെ കഴിവ്. അപ്പോൾ സൃഷ്ടികളുടെ കയ്യാൽ നടന്നു കിട്ടാത്തതെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല.
പക്ഷെ സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തതെന്ന് പറഞ്ഞാൽ എന്തായി, പ്രശ്നമായി. അത് ആദ്യം നമ്മൾ ഉണ്ടാക്കിയതായി. എന്തൊരവസ്ഥയാലോചിച്ചാണ് ഈ സാധുക്കൾക്ക് ഇതെന്താ പറയുന്നത് മനസ്സിൽ. നമ്മളെ വിഷയം എന്താണ്, ആദ്യാവസാനം പറയണല്ലേ, സൃഷ്ടികളുടെ കൈകളാൽ നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, അത് ശിർക്കിന്റെയും തൗഹീദിന്റെയും മാനദണ്ഡമായിട്ട് എവിടെ പഠിപ്പിച്ചത്? അതില്ലല്ലോ കൂട്ടർ. അതല്ലേ നിങ്ങൾ പറയേണ്ടത്. സഹായങ്ങൾ അല്ലെങ്കിൽ കഴിവുകൾ പല കൊലത്തിലുണ്ടാവും. പല ഹൈഫിയത്തിലൂടെയും അതിനെ ഭാഗീകരിക്കാം, വ്യത്യസ്ത ഭാഗങ്ങളാക്കി തിരിക്കാം അല്ലെ. മനുഷ്യന്റെ കഴിവ്, ജിന്നിന്റെ കഴിവ്, മൃഗങ്ങളുടെ കഴിവ്, മലക്കുകളുടെ കഴിവ്, ഇങ്ങനെയൊക്കെ വേർതിരിക്കാലോ. ദൃശ്യമായ കഴിവ്, അദൃശ്യമായ വേർതിരിച്ചോ. പക്ഷെ അത് ശിർക്കിന്റെ മാനദണ്ഡം എന്നാരാ പറഞ്ഞത്? ഇവിടെ അതാ സംഭവം. ഇവിടെ ആ സംഭവം ഉണ്ടോ? ഇല്ല. ബാക്കി വായിക്കും. എന്തൊരവസ്ഥയാലോചിച്ചാണ്. എന്നിട്ട് പിന്നെ കതലബിൽ ഹിദായ വൽ ഇൽമു വൽ ഫഹ്മു ഫിൽ ഖുർആനി വസ്സുന്ന, അങ്ങനെ ഓരോന്നും പറഞ്ഞു. അവിടെ ഷിഫാവ് മറന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിക്കുകയാണ്, പിന്നെ ഡോക്ടറെ അടുത്ത് പോയി എനിക്ക് രോഗം. ശിർക്ക് തൗഹീദിന്റെ മാനദണ്ഡം പറഞ്ഞില്ല. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ആ ഇബാറത്തിന് വായിക്കാം, എന്നിട്ട് കേൾവിക്കാരായ ശ്രോതാക്കൾ മനസ്സിലാക്കട്ടെ. ഇതാ ഇമാം നവവി തങ്ങളുടെ അർബഊന നവവിയുടെ ശറഹിൽ പറയുന്നത് കാണാം. ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സഅൽത ഫസ്അലില്ലാ. ആ ആയത്ത് ആ ഹദീസിനെ വിശദീകരിക്കുന്നു. ഇശാറത്തുൻ ഇലാ അന്നൽ അബ്ദ, ഇത് സൂചിപ്പിക്കുന്നത് ഇല അന്നൽ അബ്ദ, ഒരു അടിമ, ലാ യംബഗി ലഹു അൻ യുഅല്ലിഖ സിർറഹു ബിഗൈരില്ലാ, അവന്റെ എല്ലാ സിറും അള്ളാഹുവിനോട് ബന്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് ബൽ യതവക്കലു അലൈഹി ഫീ സാഇരി ഉമൂർ, എല്ലാ കാര്യവും അള്ളാഹുവിനോടാണ് അവൻ തവക്കുലാക്കേണ്ടത്. എന്നിട്ട് പറയുന്നു സുമ്മ ഇൻ കാനത്തിൽ ഹാജത്തു ലത്തി യസ്അലുഹാ ലം തജിരിൽ ആദത്തു ബിജറയാനിഹാ അലാ ഐദി ഖൽഖിഹി കതലബിൽ ഹിദായത്തി വൽ ഇൽമി വൽ ഫഹ്മി ഫിൽ ഖുർആനി വസ്സുന്നത്തി വശിഫാഇൽ മർളി വഹുസൂലിൽ ആഫിയത്തി മിൻ ബലാഇദ് ദുനിയ വഅദാബിൽ ആഖിറ. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഹിദായത്തിനെ തേടുക, അതുപോലെ അദാബുൽ ആഖിറ, ഹുസൂൽ ആഫി, അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായി വായിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ഓരോന്നിന്റെയും അർത്ഥം പറയുന്നില്ല. ഇതൊക്കെ സഅല റബ്ബഹു ദാലിക, അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത്. ഈ കാര്യങ്ങൾ അഥവാ സൃഷ്ടികളുടെ കഴിവിൽ സാധാരണ നടക്കാത്തത്, ഇത് അള്ളാഹിനോട് ചോദിക്കണം. എന്നാൽ ബാക്കിയുള്ളതൊക്കെ സൃഷ്ടികളോട് ചോദിക്കണം എന്നാണോ? അവിടെ പറഞ്ഞു നോക്ക്, വഇൻകാനത്തിൽ ആജത്തിൽ യസ്അലുഹാ ജറത്തിൽ ആദത്തു അന്നല്ലാഹു സുബ്ഹാനഹു വ തആല യജ്രിഹാ അലാ ഐദി ഖൽഖിഹി കൽ ഹാജാത്തിൽ മുതഅല്ലിഖത്തി ബിൽ അസ്ബാബിൽ ഹിറഫി വസ്സനാഇഇ വഉലാത്തിൽ ഉമൂർ. സാധാരണ മനുഷ്യന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ. സഅലല്ലാഹു തആല അൻ യഅതിഫ അലൈഹിം ഖുലൂബഹും, അതും അല്ലാഹുവോട് ചോദിക്കാനാണ്. പിന്നെ എന്താ അല്ലാഹു മഹന്നിലാനില ഖുലൂബ ഇബാദിക വ ഇമായിക വ മാശ്ബഹ ദാലിക. ഇതൊക്കെ പറഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണാം വ അമ്മാ സുആലുൽ ഖൽഖി, സൃഷ്ടികളോട് ചോദിക്കൽ, വൽ ഇഅ്തിമാദ്, പിന്നെ വൽ ഇഅ്തിമാദു അലൈഹിം, അവരുടെ മേലിൽ അവലംബിക്കൽ, ഫമദ്മൂമുൻ, അത് മദ്മൂമാണ്, നിന്ദിക്കപ്പെട്ടതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്, ആക്ഷേപാർഹമാണ്. ഇവിടെ എവിടെയാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുക, ഇപ്പുറത്തുള്ളത് സൃഷ്ടികളോട് ചോദിക്കാം. അതാണ് അപ്പുറത്തുള്ളത് ചോദിച്ചാൽ സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാണ് എന്ന് ഈ ഇബാറത്തിന്റെ ഒരു വരിയിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? എന്തിനാണ് നിങ്ങൾ അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് ഇങ്ങനെ ജനങ്ങളെ കബളിപ്പിക്കുന്നത്? ബാക്കി പറയട്ടെ. യഥാർത്ഥത്തിൽ ഇവിടെ മുസ്ലിം പറഞ്ഞതുപോലെ ഇപ്പോൾ കാര്യകാരണ ബന്ധത്തിന് അപ്പുറം ഇപ്പുറം ഇത് പിന്നെ നമ്മൾ മുജാഹിദീങ്ങൾ കണ്ടെത്തിയതല്ല. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ തഫ്സീറിലും അതുപോലെ തന്നെ ഹദീസിൻ്റെ കിതാബുകൾക്ക് ഉള്ളതാണ്. ഇനി നമുക്ക് അവരോട് ചോദിക്കണം, ഇപ്പം ഞങ്ങൾ കണ്ടെത്തിയതല്ല, നിങ്ങൾ കണ്ടെത്തിയതാണെന്ന് മുജാഹിദുകൾ തന്നെ എഴുതി വെക്കണു. എന്നിട്ട് നിങ്ങൾക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറം എന്നുള്ളത് ഖുറാനും ഹദീസിലൊക്കെ ഉണ്ടെന്നോ? നടക്കൂല മൗലവി, ഇതിന് മറുപടി പറയും. അടുത്തത് നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹിനോട് ചോദിക്കണം എന്തും സൃഷ്ടി കുറിച്ച്. അതിന് ആരാ പറഞ്ഞത്? ഒരു അഹ്ലുസുന്നയുടെ ഇമാം ഇമാം ഷാഫി പറഞ്ഞു, അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്ന ചോദ്യങ്ങളെന്തും നിങ്ങൾക്ക് സൃഷ്ടികളോട് ചോദിക്കാം, അള്ളാഹ് ഇലാഹാണ് വിശ്വാസം ഇല്ലെങ്കിൽ എന്തും ചോദിക്കാം. അതാണിപ്പോൾ സമസ്തൻ്റെ തൗഹീദ്. ഈ തൗഹീദ് അഹ്ലുസുന്നയുടെ ഏത് ഇമാമ് പറഞ്ഞു? തുടക്കത്തിലുള്ള. അപ്പോൾ ഈ കാര്യകാരണ ബന്ധങ്ങളൊക്കെ തിരിഞ്ഞ ഇമാമിങ്ങൾ തന്നെയാണ്. ഇത് തിരിയുന്ന ഏതൊരാൾക്കും ഇതൊരു കുതന്ത്രമാണ്. മൂസസലായിക്ക് മനസ്സിലായി ഇത് നമ്മളെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയ കൂടൂല, ഇത് വിശദീകരിക്കും തോറും വീണ്ടും വീണ്ടും പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മാലിക് സലഫിനെയും കൂടി കൂടെ കൊണ്ടുവന്നിക്കാണ്.
മാലിക് സലഫി ഒരു ഐഡിയ എടുക്കുകയാണ്, ഒരു കുതന്ത്രം പ്രയോഗിക്കണം. എന്ത് അറിയോ, നമ്മൾ ഇനി ഇതിന് മറുപടി പറഞ്ഞ പ്രശ്നമാവും, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് ചോദ്യം ചോദിച്ചു നോക്കിയിട്ട് പോലെ വിഷയം മാറ്റിക്കളയാമെന്ന്. നടക്കൂല മൗലവിമാരെ, നടക്കൂല. മാലിക് സലഫി പറഞ്ഞതിന് കൃത്യമായി ഞങ്ങളുടെ കയ്യിൽ മറുപടി ഉണ്ട്. 10-12 കൊല്ലമായി നിങ്ങളിത് ചോദിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങളെ ഉസ്താദുമാർ കൃത്യമായിട്ട് അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഞങ്ങളുടെ കയ്യിൽ അതിന് മറുപടി ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വിഷയം തീരുമാനാകട്ടെ. നിങ്ങൾ വിഷയം മാറ്റാനുള്ള ഈ ശ്രമം അത് പാഴ്ശ്രമമാണ്, വിഫല ശ്രമമാണ്, അതിവിടെ നടക്കൂല. മുമ്പ് ഹുസൈൻ സലഫിനോട് ചോദ്യം ചോദിച്ചു. അപ്പോൾ ഹുസൈൻ സലഫി ബിദ്അത്തുമായി ബന്ധപ്പെട്ട് തിരിച്ച് 8 ചോദ്യം ഇങ്ങോട്ട്, അല്ലാതെ ആ ചോദിച്ച ചോദ്യത്തിന് മറുപടിയല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഹുസൈൻ സലഫിനോട് പറഞ്ഞു, നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും നമ്മൾ മറുപടി പറയാം, പക്ഷെ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം. പറഞ്ഞില്ല. നമ്മൾ ഹുസൈൻ സലഫി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും കിതാബിന്റെ ഇബാറത്തു സഹിതം 1, 2, 3 എന്ന് 8 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു. പിന്നെ ഹുസൈൻ സലഫിനെ കണ്ടില്ല. ആ പണിക്ക് നമ്മൾ ഇനി വിട്ടേരൂല. മറിച്ച് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയുക തന്നെ ചെയ്യും, പക്ഷെ ഇതിന് നിങ്ങൾ മറുപടി പറയണം. അതല്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടു പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കൂല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.